ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് താങ്ക്സ് ഗിവിംഗ് സ്പെഷ്യലായിട്ട് നമ്മൾ ടർക്കിയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ എങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കിലോ വെയിറ്റുള്ള ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, മിക്സഡ് വെജിറ്റബിൾസ് 3 കപ്പ്, അവരവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഫ്രഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടിച്ചത് എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, മെൽറ്റ് ചെയ്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 350 ഡിഗ്രി ഫാരനൈറ്റ്, അതായത് 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ആ റോസ്മേരി ഒന്ന് പൊടിച്ചെടുക്കണം. അതും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അരച്ചെടുത്ത പേസ്റ്റ്, അതിൽ നാരങ്ങാ നീര് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഉപ്പൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇടണം, കാരണം ഒരു ഫുൾ ചിക്കനിലേക്ക് പിടിക്കാനുള്ളത് കണക്കാക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇത് ഒരുപാട് ലൂസ് ആകരുത്, കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ വൃത്തിയാക്കി വെച്ച ചിക്കനിൽ ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ ചെറുതായിട്ടൊന്ന് ഡീപ്പായിട്ട് കട്ട് ചെയ്യണം, ആ മസാല നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട്. ഇനി ആ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിൻ്റെ കാല് രണ്ടും കൂടെ ഒരു കിച്ചൺ ടോയിൻ അല്ലെങ്കിൽ കുക്കിംഗ് ത്രെഡ് എന്നൊക്കെ പറയാം, അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം. കാരണം റോസ്റ്റ് ചെയ്യുന്ന സമയത്തില്ലെങ്കിൽ അത് വിടർന്നു പോകും. അത് അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കുന്നതിനായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഇനി ഒരു ഫോയിൽ ട്രേയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. റൂട്ട് വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ച് നാരങ്ങാ നീര്, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരു കൂളിംഗ് റാക്ക് അല്ലെങ്കിൽ ഒരു വയർ റാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 350 ഡിഗ്രി ഫാരനൈറ്റിലെ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ നേരമാണ് ഇത് റോസ്റ്റ് ചെയ്യേണ്ട ടൈം. കറക്റ്റ് ഒരു ഏകദേശം ഒരു നമ്മൾ സ്കിൻ ഉപയോഗിക്കാറ്, സ്കിൻ ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റിന് ശേഷം ഇത് പുറത്തെടുത്തിട്ട് ഒന്ന് ബട്ടർ തൂത്ത് കൊടുക്കണം. ഇനി തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ട് ബാക്കി സമയം കൂടെ അത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷം നമ്മളിത് പുറത്തെടുത്തിട്ട് ഇത് തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചിട്ട് നമുക്ക് ബ്രോയിൽ മോഡിലിടണം. ബ്രോയിൽ മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളുടെ താഴെ ഒരു കോയിലുണ്ട് ഹീറ്റ് ആകാൻ, മുകളിലും കോയിലുണ്ട്. അപ്പോൾ ആ ഓവനുള്ളിൽ ബ്രോയിൽ മോഡിൽ ഒരു 10 മിനിറ്റ് വീതം 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ചിട്ട് 10 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 165 ഡിഗ്രി ഫാരനൈറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 75 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ വെജിറ്റബിൾ ആ സ്റ്റോക്കിൽ കിടന്ന് കുക്കായി. അപ്പോൾ ആ വെജിറ്റബിൾസ് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്ക്, ആ ഗ്രേവി ഒന്ന് തിക്കാകുന്നതിനായിട്ട് ഒരുപാട് ഇട്ട് ഇളക്കണ്ട, വെജിറ്റബിൾസ് ചിലപ്പോൾ ഉടഞ്ഞു പോകും. അതിനുശേഷം ആ വെജിറ്റബിളിനോടൊപ്പം ഇത് സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു.